ഹായ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഹെൽത്തി ഫുഡ് ആൻഡ് പ്രമീളാസ് കിച്ചൺ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോഫി കുടിക്കാനായിട്ട് കോഫി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആള് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ കരുതി. സോ ആള് നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ തിരക്കൊഴിഞ്ഞ സമയത്ത് ഞാനൊന്ന് ആളൊന്ന് ഇന്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പോൾ പ്രമീള അല്ലേ? സ്വന്തം പേര് തന്നെയാണല്ലോ ഈ ഒരു സംരംഭത്തിന്. ഓക്കെ. അപ്പൊ ഇത് എത്ര നാളായി നിങ്ങൾ ഈ ഒരു ഫുഡിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ല. വീട്ടിലുള്ള പരീക്ഷണമായിരുന്നു. അപ്പോ കസിൻസിനൊക്കെ കൊടുത്തപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെൽത്തിയാണ്. കാരണം നമ്മൾ എന്ന് ഉഴുന്ന് യൂസ് ചെയ്യണമെന്നില്ലല്ലോ. ഓരോരുത്തരും മില്ലറ്റ്, റാഗി അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഓരോരുത്തർക്ക് ഇഷ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. മടുക്കും പെട്ടെന്ന്. മാഗി ഒക്കെ ഡെയിലി കഴിക്കുമ്പോഴേ. അപ്പോ ഇതാവുമ്പോ കുമ്പളങ്ങ, ഇതിന് പകരം കുമ്പളങ്ങ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതാണ് സംഭവം. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിൽ ഉഴുന്നില്ല, അപ്പോ ഗ്യാസിന്റെ പ്രോബ്ലംസ് അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ ബെനിഫിറ്റ്സ് വേറെ എന്തൊക്കെയാണ്? അരി, കുമ്പളങ്ങ. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ആണ്. നമുക്ക് ഓക്കെ, അത് ശരി. കിട്ടും. ഇത് നിങ്ങൾ ഇതിന്റെ ഫ്രഷ് കുമ്പളങ്ങ യൂസ് ചെയ്യാണോ അതോ? അത് ശരി. ഇത് ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും? ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിത് പൊങ്ങാൻ ബേക്കിംഗ് സോഡയോ അങ്ങനെ യാതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. ഇതിന്റെ കൂട്ടത്തില് സാധാരണ നമ്മൾ ചട്നി, സാമ്പാർ, മുളക്. അപ്പൊ ഇന്ന് വേറെ ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാളിലുണ്ട് അല്ലേ? ഇതിൽ വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ ദോശയുടെ ഷേപ്പ് മാറ്റി ഇതിലൊന്നുമില്ല. ഇല്ലില്ല, അതൊക്കെ നമ്മള് ഇനി ചുട്ടു വെക്കാൻ വെച്ചിരിക്കുന്ന കാസറോൾസ് ആണ്. ഓക്കെ. അതെന്താ വെച്ചാല് ഇഡ്ഡലി വെക്കണം. ഇത് എങ്ങനെയാ റേറ്റ് എങ്ങനെയാ നിങ്ങൾക്ക്? 20 ഒരു ദോശക്ക്? ഒരു പീസ് ദോശക്ക്, അതായത് ഒരു ദോശക്ക്, അല്ലാണ്ട് ഒരു സെറ്റ് അല്ല. സെറ്റ് മുതലാവുന്നില്ല. അത് ശരി. നമ്മള് ഈ സാമ്പാർ, ചട്നി, മുളക് ഇതൊക്കെ വരുമ്പോ പിന്നെ കുമ്പളങ്ങ, പിന്നെ അതിന്റെ പണി നല്ല പണിയാണ്. ഇത് എന്താണ് പണി എന്ന് പറയുന്നത്? നമുക്ക് ഈ കുമ്പളങ്ങയൊക്കെ വൃത്തിയാക്കി അതിന്റെ ഒരു അരവ് കാര്യങ്ങള്, പിന്നെ അതിന് കറക്റ്റ് ആയിരിക്കണം. എല്ലാതും സംഭവം റെഡിയിൽ വരണമെങ്കിൽ ആളുകള് ഉച്ചയാവുന്നതോടും കൂടി വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഐറ്റം, അപ്പൊ ഞാനതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് സംഭവം, കുമ്പളങ്ങ ദോശ. ഞാൻ എന്തായാലും ഐറ്റം എടുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. ഹലോ. അപ്പോൾ ഞാൻ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. ഇപ്പൊ ഇന്ന് ലൈവ്, ഇതിപ്പോ റെക്കോർഡഡ് ലൈവാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ലൈവ് കാണുന്നവര് പാലക്കാട് ദേവി ചൈതന്യ അല്ലെ ഓഡിറ്റോറിയത്തിൽ വരുന്ന ആൾക്ക് ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടാണ്. വെറൈറ്റി പരീക്ഷിക്കേണ്ടവർക്ക് വരാം. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നില്ല. കുമ്പളങ്ങയുടെ ടേസ്റ്റ് ആണ്. ലൈറ്റ് ആയിട്ട് തോന്നും, വളരെ ലൈറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ. സോ എല്ലാവരും പരീക്ഷിക്കുക, വീട്ടിലും പരീക്ഷിക്കാവുന്നതാണ് അല്ലെ? ഇവര് ചേരുവക പറയില്ല, മീൻസ് ഇൻഗ്രീഡിയൻസ് പറയും, പക്ഷെ അതിന്റെ പ്രൊപ്പോർഷൻ പറയില്ല. അരിപ്പൊടി, പച്ച അരി, ഇഡ്ഡലി അരി, ഉലുവയും കുമ്പളങ്ങയും. ഇത് എങ്ങനെ അനുപാതം ചേർക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവരുടെ സീക്രട്ട് അവര് പറയില്ല. ഓക്കെ. ഒരു ടിപ്പും കൂടെ. എന്തോ? ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് കുമ്പളങ്ങ. ഓക്കെ, അത് കിട്ടി. അപ്പൊ ഒരു ടിപ്പ് കിട്ടി. അതെ, ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കി പരീക്ഷിക്കുക. ഓക്കെ.